മൊബൈൽ മെസ്സേജിംഗ് സേവനമായ വാട്സാപ്പിനെ ഫേസ്ബുക്ക് ഏറ്റെടുക്കുന്നു. $19 മില്യൺ ഏറ്റെടുക്കൽ. തങ്ങളുടെ നിയന്ത്രണത്തിലായാലും സ്വതന്ത്ര സംവിധാനമായി വാട്സാപ്പിനെ നിലനിർത്താനാണ് ഫേസ്ബുക്കിന്റെ തീരുമാനം. യുവജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് വാട്സാപ്പ് ഏറ്റെടുക്കാനുള്ള ഫേസ്ബുക്ക് തീരുമാനം. ഫേസ്ബുക്കിന്റെ ഏറ്റവും വലിയ ഏറ്റെടുക്കൽ നീക്കങ്ങളിലൊന്നാണിത്. വിലമതിക്കാനാകാത്തതാണ് പുതിയ ഇടപാടെന്ന് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് വിശദീകരിച്ചു. $4 ബില്യൺ പണമായും ബാക്കി ഫേസ്ബുക്ക് ഓഹരിയായും നൽകും. വാട്സാപ്പിനെ സ്വതന്ത്ര സംവിധാനമായി നിലനിർത്താനാണ് ധാരണ. വാട്സാപ്പ് പ്രതിനിധി ഫേസ്ബുക്ക് ഡയറക്ടർ ബോർഡിൽ അംഗമാകും. ജാൻ കോം, ബ്രയൻ ആക്ടൺ എന്നിവരാണ് വാട്സാപ്പിനെ വികസിപ്പിച്ചത്. 2009 ഫേസ്ബുക്കിൽ ജോലിക്ക് ശ്രമിച്ചയാളാണ് ബ്രയൻ ആക്ടൺ. എന്നാൽ ആക്ടണിന്റെ അപേക്ഷ അന്ന് ഫേസ്ബുക്ക് തള്ളി. അതേ വർഷം തന്നെയാണ് ഇവർ വാട്സാപ്പ് സ്ഥാപിച്ചത്. ലോകത്താകെ 450 മില്യൺ ഉപയോക്താക്കൾ വാട്സാപ്പിനുണ്ടെന്നാണ് കണക്ക്. വാട്സാപ്പിനെ ഏറ്റെടുക്കുന്നതോടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് രംഗത്തെ നഷ്ടമായ മേൽക്കൈ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് ഫേസ്ബുക്കിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. ഈ വിഷയമാണ് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. നിരഞ്ജൻ തമ്പുരു, ഓൺലൈൻ ആക്ടിവിസ്റ്റ്, ഒപ്പം മുഹമ്മദ് മുസ്തഫ, സയ്യിദ് അലവി, IT വിദഗ്ധൻ എന്നിവർ സ്കൈപ്പ് വഴി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. ഇരുവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ നിരഞ്ജൻ തമ്പുരു, ഈ ഒരു സാഹചര്യത്തിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ വലിയ കമ്പനികൾ ചെറിയ കമ്പനികളെ വിഴുങ്ങുക തുടങ്ങിയ ചർച്ചകളൊക്കെ ലോകമാകമാനം നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വളരെ ചെറിയ ഒരു സംരംഭം അത് വലുതായി വികസിക്കുന്നു, വലിയൊരു ആശയമായി വികസിക്കുന്നു, ഒരുപാട് സാധ്യതകൾ നൽകുന്നു. അത് ഫേസ്ബുക്ക് പോലെ ഒരു വലിയ കമ്പനി അതിനെ ഏറ്റെടുക്കുന്നു. ഈ ഏറ്റെടുക്കലിൽ ചില സവിശേഷതകളുണ്ട്. എങ്ങനെ കാണുന്നു? നമസ്കാരം. ആദ്യം തന്നെ എന്നെ ചർച്ചയിലേക്ക് ക്ഷണിച്ച മീഡിയ വൺ ചാനലിന് നന്ദി. സജസ്റ്റ് ചെയ്ത അനിവാസിന് നന്ദി. താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഇതിൽ ചില സവിശേഷതകളുണ്ട്. സവിശേഷതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പിൽ നിന്നും മാറി ഓർക്കുട്ടിൽ നിന്ന് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓർക്കുട്ടിൽ നിന്നാണ് ഓർക്കുട്ടിൽ ഒരു ഷോപ്പറം ഒരുക്കിക്കൊണ്ടാണ് ഫേസ്ബുക്ക് നമ്മുടെ ഈ മാധ്യമ രംഗത്തേക്ക് കടന്നു വന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഓൺലൈൻ രംഗത്തേക്ക് കടന്നു വന്നത്. ആ സവിശേഷതകളിലൂടെ നമ്മൾ സത്യത്തിൽ ആ സമയത്ത് ഫേസ്ബുക്ക് യുവാക്കളുടെ ഒരു ഹരമായി മാറുകയായിരുന്നു. അതിന്റെ ടൈം ലൈൻ ആയാലും ടാഗിങ് ആയാലും മെസ്സേജിംഗ് സിസ്റ്റം ആയാലും ഇതെല്ലാം നമ്മളിൽ വല്ലാത്തൊരു ഹരമുണ്ടാക്കി. അങ്ങനെയായിരിക്കണം ഫേസ്ബുക്ക് ഇത്രയധികം ജനപ്രീതി നേടിയ ഒരു മാധ്യമമായി ഇവിടെ മാറിയത്. പക്ഷേ വാട്സപ്പ് തുടങ്ങിയത് അതിന് മുമ്പ് താങ്കൾ ന്യൂസിൽ പറഞ്ഞിരുന്നു, അതായത് 4 വർഷം മുമ്പ് ഫേസ്ബുക്കിൽ ജോലിക്ക് അപേക്ഷിച്ച വ്യക്തിയാണ് വാട്സപ്പിന്റെ സ്ഥാപകനെന്ന്. ഒരു ചെറിയൊരു മഴ പോലെ തുടങ്ങിയ ഒരു പേമാരിയായി മാറുകയായിരുന്നു വാട്സപ്പ്. കാരണം നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് വ്യത്യസ്തത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഈസി ആയിട്ട് ഒരു മെസ്സേജ് സിസ്റ്റം കിട്ടി. ഫേസ്ബുക്ക് പോലെ ഒരു കളർഫുൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സാധാരണഗതിയിൽ വളരെ ഈസിയായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജിംഗ് സിസ്റ്റം കിട്ടി. സ്ലോ സ്പീഡിലുള്ള നെറ്റ്വർക്കുകളിലും ഇതിന് വർക്ക് ചെയ്യാൻ സാധിച്ചു. നമുക്ക് ഈസി ഡ്രൈവിംഗ് ടൈമിലൊക്കെ വളരെ ഈസിയായി യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ബിസിയായിരിക്കുന്ന സമയങ്ങൾ പോലും നമുക്ക് ഈസിയായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായി വാട്സപ്പ് മാറുകയായിരുന്നു. ഒരുപക്ഷെ ഇതായിരിക്കണം വാട്സപ്പിനെ ജനങ്ങൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ നിന്നല്ല എല്ലാവർക്കിടയിലും കൂടുതൽ ജനപ്രീതി ആർജിക്കാൻ സാധിച്ചത് ഇതുകൊണ്ടായിരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പോലൊരു വൻകിട കമ്പനി ഇതിനെ വിഴുങ്ങാതെ നിവർത്തിയില്ലല്ലോ. കാരണം ഇപ്പോൾ കുറച്ചു കാലങ്ങളായി ന്യൂസിൽ ഫേസ്ബുക്കിനേക്കാൾ വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു മാധ്യമമായി വാട്സപ്പ് മാറിക്കഴിഞ്ഞു. യെസ്, തിരിച്ചെത്താം. ശ്രീ മുഹമ്മദ് മുസ്തഫ ഫൈസി, ഇതിൽ 2 രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, വലിയ കമ്പനി ചെറിയ കമ്പനികളെ വിഴുങ്ങുന്നു എന്ന രീതിയിൽ നമ്മൾ നേരത്തെ ഒക്കെ തന്നെ ഭയപ്പെടാറുള്ള ഒരു വസ്തുത. മറ്റൊന്ന്, ചെറിയ കമ്പനികളുടെ സാധ്യതയെക്കുറിച്ചും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരം വലിയ ഇന്നോവേറ്റീവ് ഐഡിയകൾ ഉണ്ടാക്കുകയും അത് രൂപീകരിക്കുകയും അതിനെ ആ രീതിയിൽ വളർത്തിയെടുക്കുകയും ചെയ്താൽ ഈ വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒരുപോലെ ലാഭമുണ്ടാക്കുന്ന ഒരു ഇടപാടായി ഇതിനെ മാറ്റിയെടുക്കാമെന്നും. ആദ്യമായി ഇങ്ങനെ ഒരു ആനുകാലിക വിഷയം എടുത്ത് ചർച്ചക്കിട്ടതിന് അഭിനന്ദനങ്ങൾ. ഇവിടെ അതൊരു എക്സെപ്ഷനാണ്. ഈ വാട്സപ്പ് ഫേസ്ബുക്ക് പർച്ചേസ് ചെയ്യുന്നു പറയുന്നത് എക്സെപ്ഷണൽ കേസാണ്. എക്സെപ്ഷണൽ കേസ് എടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ഇങ്ങനെ ഒരു അക്വസിഷൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളത് അത്ര ഒരു ഭൂഷണമല്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു സോഷ്യൽ ഇന്റർനെറ്റ് എന്റർപ്രണർ എന്നുള്ള നിലക്ക് നമ്മൾ കാണുന്ന ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗൂഗിൾ ആണ്
ടെക്നോളജി രംഗത്ത് ഏറ്റവും കൂടുതൽ ഇതിന്റെ ജയന്റ് എന്ന നിലക്ക് ഗൂഗിളാണ് ഇന്നും നിലനിൽക്കുന്നത്. ഈ അടുത്ത് വായിക്കേണ്ടായി, ഫേസ്ബുക്കിനേക്കാൾ കൂടുതൽ സോഷ്യൽ ബിഹേവിയർ അറിയാവുന്ന കമ്പനി ഗൂഗിളാണ്. കാരണം ഗൂഗിളിനാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് ഉള്ളത്. അത് അവരുടെ ജിമെയിൽ ആവട്ടെ, അവരുടെ മറ്റ് യൂട്യൂബ് ആവട്ടെ, എന്ത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഇന്ന് ഗൂഗിളിനാണ് ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് ഉള്ളത്. പക്ഷേ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന ഒരു മേഖലയിൽ ഗൂഗിൾ ഇതുവരെയും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. ഇവിടെ ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ വെറീഡ് ആവുന്നതും പേടിച്ചിരിക്കുന്നതും ഈ ഒരു ഗൂഗിളിന്റെ ഒരു കടന്നുവരവിനെ, ഗൂഗിൾ കടന്നു വന്നാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, അവരുടെ ആ മേൽക്കോയ്മ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരവസ്ഥ അവർക്ക് ഭയപ്പെടുന്നുണ്ട്. ഇതിന് തൊട്ടു മുന്നേ നടന്ന ഒരു അക്വസിഷൻ ഉണ്ട്, ഇൻസ്റ്റഗ്രാം അക്വസിഷൻ. ഇത് $1 ബില്യൺ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു അക്വസിഷനാണ് ഇൻസ്റ്റഗ്രാം അക്വസിഷൻ. അത് ഇനീഷ്യലി ഗൂഗിൾ ആയിരുന്നു അവരുമായിട്ട് എന്താ പറയുക നെഗോഷിയേറ്റ് ചെയ്തിരുന്നത്. വളരെ ചെറിയ എമൗണ്ട് നെഗോഷിയേറ്റ് ചെയ്തു, പക്ഷേ ഫേസ്ബുക്ക് അത് വാങ്ങിച്ചു. ഇതാണ് ഇതിന്റെ ഒരു അക്വസിഷന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ അപ്പുറത്തോട്ട് ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് വാട്സപ്പിൽ ആളുകൾ ഉപയോഗിക്കുന്നതിനൊരു വേറൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, വാട്സപ്പ് ഈസ് നോട്ട് ഇൻ എ ക്ലൗഡ് ബേസ്ഡ്. വാട്സപ്പ് ദേ ഡോണ്ട് സ്റ്റോർ ദ പീപ്പിൾസ് മെസ്സേജ്. ഡാറ്റ സ്റ്റോർ ചെയ്യാറില്ല. നമ്മൾ വാട്സപ്പിൽ നമ്മൾ ഒരു മൊബൈലിൽ നിന്ന് മറ്റു മൊബൈലിലേക്ക് മാറ്റുമ്പോൾ നമ്മളായിട്ട് എന്ത് ചെയ്യണം, ഈ മെസ്സേജസ് മാറ്റണം. അപ്പൊ വാട്സപ്പ് ഒരിക്കലും മെസ്സേജസ് സ്റ്റോർ ചെയ്യാറില്ല. അതുകൊണ്ട് ഈ ഡാറ്റ മൈനിങ് എന്ന് പറയുന്ന, ഇന്ന് പ്രൈവസി രംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡാറ്റ മൈനിങ്. ഓരോ യൂസേഴ്സിന്റെയും എക്സാക്ട് ബിഹേവിയർ ആളുകൾക്ക് കണ്ടെത്താൻ കഴിയും. ഇതുപോലെയുള്ള ഡാറ്റ മൈനിങ് ടെക്നിക്സ് ഈ വാട്സപ്പിലൂടെയുള്ള മെസ്സേജുകൾ വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് ഇപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത്. ഇതിന്റെ അക്വസിഷന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പക്ഷേ ഈ അക്വസിഷന് ശേഷം എന്ത് സംഭവിച്ചേക്കാം, ഇത് ക്ലൗഡിലേക്ക്, ഫേസ്ബുക്കിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ക്ലൗഡിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ മാറ്റുന്നു എന്നുള്ളത് വളരെ ഭയത്തോടു കൂടിയാണ് നമ്മളത് നോക്കിക്കാണുന്നത്. താങ്കളിലേക്ക് അനിൽ ഡാനിയൽ ഇപ്പോൾ മസ്കറ്റിൽ നിന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അനിൽ ഡാനിയൽ, താങ്കളുടെ പ്രതികരണം പങ്കുവയ്ക്കാം. ശ്രീ അനിൽ പറയൂ. ടെലിഫോൺ ബന്ധത്തിൽ തകരാറുകളുണ്ടോ? ശ്രീ അനിൽ പറയൂ. സാങ്കേതിക തടസ്സങ്ങളുണ്ട്. നിരഞ്ജൻ തമ്പുരുവിലേക്കും ഞാൻ തിരിച്ചെത്താം. അവിടെയും ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ശബ്ദ സംപ്രേഷണത്തിൽ എന്ന് തോന്നുന്നു. ശ്രീ മുഹമ്മദ് മുസ്തഫ, അപ്പോൾ താങ്കളുടെ നിരീക്ഷണത്തിൽ ഇതിൽ പ്രൈവസിയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളിലേക്കാണ് താങ്കൾ വിരൽ ചൂണ്ടുന്നത്. അത് ഫേസ്ബുക്ക് ഇത് ഏറ്റെടുക്കുന്നത് വഴി അത് കൂടുതൽ അതിന്റെ സുരക്ഷിതത്വം, അല്ലെങ്കിൽ സ്വകാര്യത സംരക്ഷിക്കുന്ന സാധ്യത അത് നഷ്ടമാകുമെന്നാണോ താങ്കളുടെ ആശങ്ക? അതെങ്ങനെയാണ് പങ്കുവച്ചത്? ഞാൻ പറഞ്ഞത്, ഈ ഫേസ്ബുക്ക് ഈസ് എ ക്ലൗഡ് ബേസ്ഡ് എന്താ പറയാ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ്. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അത് അവരുടെ സെർവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ വാട്സാപ്പിൽ നമ്മളൊരു മെസ്സേജ് ഇട്ട, വാട്സാപ്പ് ഈസ് ജസ്റ്റ് എ കാരിയർ. നിങ്ങളുടെ ആ മെസ്സേജിനെ എന്റെ അടുത്തേക്ക് എത്തിക്കുക മാത്രമാണ് വാട്സാപ്പ് ചെയ്യുന്നുള്ളൂ. അത് കാരണം പല ആളുകൾക്കും ഈ വാട്സാപ്പ് കൂടുതൽ കൺവീനിയന്റ് ആണ്. ഒരു വേള വാട്സാപ്പ് ഇത്രയും ഫേമസ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കാണുന്നത്, ആളുകൾ ഈസ് കംഫർട്ട്, പീപ്പിൾ ആർ കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. ബിക്കോസ് അവരെ സംബന്ധിച്ചോളം ഈ അവരുടെ മെസ്സേജ് ഇസ് നോട്ട് ഗെറ്റിംഗ് സ്റ്റോർഡ് എവരിവെയർ. ദാറ്റ്സ് വാട്ട് ദേ ആർ ക്ലെയിമിംഗ് എനിവേ. അപ്പോ ഇന്ന് ഇത് ഈ ഫേസ്ബുക്ക് അക്വിസിഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് ഫേസ്ബുക്ക് പോളിസി, വാട്സാപ്പിന്റെ ഫേസ്ബുക്ക് പോളിസി എന്താണെന്ന് വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത് വന്നു കഴിഞ്ഞാൽ അവർ അത് ക്ലൗഡ് സ്റ്റോർ ചെയ്യുന്നുവെങ്കിൽ ഭയപ്പെടേണ്ടതുണ്ട്. ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജുകൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ്, നമ്മുടെ രീതികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരുപാട് മേഖലകളിൽ പല തരത്തിലുള്ള ഇന്റലിജൻസ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ പുറകിൽ എന്താണ് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ടിന്റെ ഒരു അക്വസിഷന്റെ പുറകിൽ എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഒരു ഷോക്കോട് കൂടിയാണ്. അതെ, നമ്മുടെ ഇന്ത്യയിലെ കണക്കാണെങ്കിൽ ഏതാണ്ട് 1 ലക്ഷം കോടിയിലധികം രൂപയാണ് ഇതിൽ വരുന്നത്. നമ്മൾ ബില്യൺ കണക്ക് പറയുമ്പോൾ അത് ഒരു പക്ഷേ എല്ലാവർക്കും വ്യക്തമായിക്കൊള്ളണമെന്നില്ല, ഞെട്ടിക്കുന്ന ആ കണക്ക് തന്നെയാണ്. അപ്പോൾ താങ്കൾ പറയുന്ന ഇത്ര വലിയ ഒരു തുക അതെങ്ങനെ സംഭവിക്കുന്നു എന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയുന്നത്, ഈ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ കമ്പനികൾ വലിയ കമ്പനികളെ വാങ്ങിക്കുന്നു, വലിയ കമ്പനികൾ ചെറിയ കമ്പനികളെ വാങ്ങിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് സാധ്യത അപ്പുറത്തോട്ട്
സോഷ്യൽ നെറ്റ്വർക്കിംഗ് രംഗത്ത് ഒരു വലിയ സാധ്യത ഈ തുറന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ 19 ബില്യൺ US$ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ 4 ബില്യൺ റെഡി ക്യാഷ് ആണ്, ഇത് കൊടുത്തുകൊണ്ട് തന്നെ വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തോട്ടൊരു ഒരു 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 കച്ചവട കണ്ണ് അതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായും അനുമാനിക്കാവുന്നതാണ്. അപ്പോ ഇത്രയും ലാഭം ഉണ്ടാക്കാവുന്ന ഒരു മേഖലയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് നമുക്ക് ഇതിലൂടെ അനുമാനിക്കേണ്ടി വരും. അതെ, വാട്സപ്പ് തന്നെ വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ മുഹമ്മദ് മുസഫ, ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ IT വിദഗ്ധർക്ക് ഞാൻ ഒരു അല്പം വലിയ പ്രതീക്ഷയോടെ തന്നെ ചോദിക്കുകയാണ്. കേരളത്തിലൊക്കെ ധാരാളം യുവ IT വിദഗ്ധരുണ്ട്. എന്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇതിൽ വലിയ കണ്ടുപിടുത്തങ്ങളുടെ ആവശ്യമില്ല, ഒരു ഇന്നോവേറ്റീവ് ഐഡിയയിലേക്ക് നമ്മുടെ യുവാക്കൾ നീങ്ങുന്നില്ല? ഇവിടെ ഇതിനേക്കാൾ വാട്സപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വാട്സപ്പിനെ കാണുന്നത് നമ്മുടെ നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച കുട്ടികൾ പുറത്തിറങ്ങിയാൽ അവർക്ക് ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന സോഫ്റ്റ്വെയർ ആണ് വാട്സപ്പ്, ടു ബി ഫ്രാങ്ക് വിത്ത് യു. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഞാനും വളരെയധികം ഇൻസ്റ്റാഗ്രാമിനെ പറ്റി ഈ വിഷയത്തിൽ വിശകലനം ചെയ്തത്. എന്തുകൊണ്ടാണ് ഇവർ വാങ്ങിക്കുന്നത് വെച്ചാൽ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിക്കോസ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി എന്ന് പറയുന്ന അതിനേക്കാൾ അപ്പുറത്തോട്ട് യൂസർ ബേസ് ആണ്. അവിടെയാണ് എല്ലാവരും കണ്ടുവെക്കുന്നത്. ഇപ്പൊ വാട്സപ്പിനാണെങ്കിലും 3 ബില്യൺ യൂസർ ബേസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫേസ്ബുക്കിനാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിന് 3 മില്യൺ യൂസേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ യൂസേഴ്സിനെയാണ് കണ്ണുവെക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഒരു സംരംഭം, സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആരെങ്കിലും ഒരു വലിയ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ അതല്ല ആക്ച്വലി ദ സെല്ലിംഗ് പോയിന്റ്. അതിനകത്തോട്ട് മാക്സിമം യൂസേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ട് എത്രത്തോളം സിമ്പിളായി ഇന്ററാക്റ്റീവായി ഇതിനെ ഫേമസ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് കുറച്ച് ശ്രമകരമാണ്. ഇറ്റ്സ് നോട്ട് വെരി ഈസി. ഒരു സാധ്യത ഇതിനകത്ത് പറയാവുന്ന ഒരു സാധ്യത അല്ല, ഒരു സംഭവം പറയാനുള്ളത്, 1998 ഓണം എന്ന് പറയുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടായി. ഓൺലൈൻ നെറ്റ്വർക്ക് അസോസിയേഷൻ ഓഫ് മലയാളീസ് എന്ന് പറഞ്ഞിട്ട്. അത് എക്സാക്ട്ലി ഇതുപോലത്തെ ചില അന്ന് പത്രങ്ങളല്ലാതെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ലോക മലയാളികളെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഞാൻ മലയാളികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അതിൽ എത്തിപ്പെടാൻ കഴിയുന്നത്. 1-2 കൊല്ലം നമ്മൾ നടത്തിക്കൊണ്ടുപോയി. അതായത് എല്ലാവർക്കും ഒരു വെബ്സൈറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ വരാവുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് 1998 ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്തു. oണം.org എന്ന് പറഞ്ഞിട്ട്. താങ്കളുടെ സ്വപ്നങ്ങളെ അപ്പോൾ താങ്കൾ പരിമിതപ്പെടുത്തുകയായിരുന്നു, കുറെ കൂടി വിശാലമായി ചിന്തിക്കാമായിരുന്നു. എക്സാക്ട്ലി. ഞാൻ ഇന്ന് അത് പലരോടും പറയാറുണ്ട്, അത് പരിമിതപ്പെടുത്തി മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ പരിമിതപ്പെടുത്തി എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ ടോട്ടലി അക്സെപ്റ്റ് അതിന്റെ മറ്റൊരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ നിരഞ്ജൻ തമ്പുരു, താങ്കളുമായുള്ള ഓഡിയോ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കും എന്ന് കരുതുന്നു. ഏറെ നേരമായി താങ്കൾ ഒരു കേൾവിക്കാരനായി ഈ ചർച്ചയിൽ കേട്ടിരിക്കേണ്ട അവസ്ഥയിലുമായിരുന്നു. ഏതായാലും ചില വ്യാമോഹങ്ങൾ കൂടി ഇവിടെ പങ്കുവെക്കപ്പെടുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് എന്തുകൊണ്ട് നമുക്കും ഇത്തരം സംരംഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചെറിയ പരീക്ഷണങ്ങളിലേക്ക് പോയിക്കൂടാ, എന്തുകൊണ്ട് യുവാക്കൾ അതിന് മുതിരുന്നില്ല എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിൽ. ശ്രീ നിരഞ്ജൻ, താങ്കൾ കേൾക്കാമോ? അദ്ദേഹവുമായുള്ള സാങ്കേതിക തകരാറുണ്ട് വിനിമയത്തിൽ. ശ്രീ മുഹമ്മദ് മുസ്തഫ, ഏതായാലും നിരഞ്ജനിലേക്ക് വരാനുള്ള സാങ്കേതിക തടസ്സമുണ്ട്, അത് നീങ്ങട്ടെ എന്ന് കരുതുന്നു. ഏതായാലും ഇവിടെ പലപ്പോഴും ഒരു ചെറിയ കമ്പനി വലിയ കമ്പനിയിലേക്ക് ലയിക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നേരത്തെ മുമ്പൊക്കെ ആണെങ്കിൽ ഇത് ഇപ്പോഴും ഒരുപാട് വാർത്തകൾ വരുന്നു. അവിടെ ഏറ്റവും അധികം ആശങ്കപ്പെടുക അവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇപ്പോൾ എംപ്ലോയീസിനൊക്കെ വലിയ ആഹ്ലാദമാണ് വലിയ കമ്പനികൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ. ഇവിടെ തന്നെ ഈ പറഞ്ഞ ഈ എമൗണ്ട് $19 ബില്യൺ 12 ആക്ച്വലി എന്താ പറയാ 4 കൊടുത്തു, 16 കഴിഞ്ഞ് $3 ബില്യൺ അവർ ഇതിനകത്ത് പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് ഈ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എംപ്ലോയീസ് ഇതിനകത്തോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ മാത്രം സോൾവ് ചെയ്യാൻ വേണ്ടി $3 ബില്യൺ എന്താ പറയാ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവേണ്ടി പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സന്തോഷകരമായ. കാരണം ഇവിടെ വേറൊരു മറ്റൊരു വിഷയം, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ എംപ്ലോയീസിനെ വളരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് അവരുടെ ബിസിനസ് തന്ത്രമാണ്. ആ
പർട്ടിക്കുലർ കാര്യം എടുത്തുകൊണ്ട് ഈ $3 ബില്യൺ അവരുടെ ഈ എംപ്ലോയീസിന് വരാവുന്ന നഷ്ടങ്ങൾ, അവരുടെ മാനസിക പ്രശ്നങ്ങൾ, അവരെ ഉത്സാഹപ്പെടുത്തി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻ ചെയ്തിട്ടുള്ളൂ എന്നുകൂടെ നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കേണ്ടതുണ്ട്. 16 ബില്യൺ ആണ് ആക്ച്വലി ദ കോസ്റ്റ്. ശ്രീ മുഹമ്മദ് മുസ്തഫ തിരിച്ചെത്താം. ജോൺസൺ ന്യൂയോർക്കിൽ നിന്ന് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോൺസൺ പറയൂ. ഹായ്, എന്റെ പേര് ജെഫ് ജോൺസൺ ആണ്. അതായത് ഞാൻ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഓൾമോസ്റ്റ് ഓൾ ദ സോഷ്യൽ മീഡിയ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്കും അറിയാത്തത് എന്തിനാണ് ഇത്രയും ക്യാഷ് മുടക്കി ഫേസ്ബുക്കിൽ നിന്ന്, അതായത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ $1 മില്യൺ കമ്പനി എന്തിനാണ് വാട്സപ്പിനെ വാങ്ങിച്ചത് എന്ന് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ബട്ട് എനിക്കറിയില്ല അതിനെ കുറിച്ചുള്ള ബാക്കിലുള്ള എന്താണെന്ന്. ഞാൻ ചോദിക്കുന്നത്, വാട്സപ്പ് മെയിൻലി ഇന്ത്യയിലാണ് കൂടുതൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിപ്പോ കൂടുതലായിട്ടും US കൊണ്ടുവരാൻ വേണ്ടിയാണ് തോന്നുന്നു ഫേസ്ബുക്ക് അതിനെ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്നതാണ്. യെസ്, ശ്രീ മുഹമ്മദ് മുസ്തഫ, അത് തന്നെയാണ് ശ്രീ മുഹമ്മദ് മുസ്തഫയും ശ്രീ ജോൺസൺ നേരത്തെ പങ്കുവച്ചത്. അതിന്റെ അനന്ത സാധ്യതകൾ, അതിന്റെ കച്ചവട സാധ്യതകൾ അത് തന്നെ ആയിരിക്കും അല്ലോ സ്വാഭാവികമായും അതിന്റെ ഒരു പ്രേരണ. ശ്രീ മുസ്തഫ. അതെ, അത് കച്ചവട സാധ്യതയേക്കാൾ ഉപരി നിലനിൽപ്പിന്റെ പ്രശ്നം കൂടെ ഉണ്ട്. ഇവിടെ ഈ ഓർക്കുട്ട് കൊണ്ടുവന്നത് ഗൂഗിളാണ്. ഗൂഗിൾ അന്ന് ടെക്നോളജി കമ്പനി. ഗൂഗിളിന് ഇന്ന് വരേക്കും ആ ഭാഗത്ത് നിലനിർത്തിക്കാൻ കഴിഞ്ഞില്ല. ഓർക്കുട്ട് വന്നു, ബസ് വന്നു, ഗൂഗിൾ സർക്കിൾ വന്നു, ഇപ്പൊ ഗൂഗിൾ പ്ലസ് വന്ന് അവർ പുതിയൊരു സ്ട്രീമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ ഇവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്ക് വിൽ ബി ഔട്ട് ഫ്രം അവർ മൈൻഡ് ഇൻ എ ക്വിക്ക് ടൈം. അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇവിടെ ഈ ഒരു അക്വസിഷനിൽ നമ്മൾ കാണുന്നത്. നമ്പർ 1. നമ്പർ 2, എന്താണ് ഫേസ്ബുക്ക്, എങ്ങനെയാണ് ഫേസ്ബുക്ക് പൈസ ഉണ്ടാക്കുന്നത്? ഫേസ്ബുക്ക് പൈസ ഉണ്ടാക്കുന്ന അഡ്വർടൈസ്മെന്റ് ആണ്. എന്താണ് അഡ്വർടൈസ്മെന്റ്? നമ്മൾ ഫേസ്ബുക്കിനകത്ത് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നമുക്ക് റിലവന്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്. ഉദാഹരണത്തിന് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഞാനൊരു യാത്ര പോകുന്നു എന്ന് പോസ്റ്റ് ചെയ്യുന്നു വെക്കാം. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ മലേഷ്യക്ക് ഒരു യാത്ര പോകുന്നത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഫേസ്ബുക്കിൽ വരുന്ന ആഡുകൾ മലേഷ്യയിലെ ഹോട്ടലുകളെ കുറിച്ചും മലേഷ്യയിലെ ഹോളിഡേസിനെ കുറിച്ചുമുള്ള ആഡുകളായിരിക്കും. എന്റെ ബിഹേവിയർ പഠിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെയൊക്കെ ചെയ്യുന്നു, ഞാൻ എവിടെയൊക്കെ പോകുന്നു എന്ന് പഠിച്ചുകൊണ്ട് എനിക്ക് വേണ്ട ആഡുകൾ കറക്റ്റ് സമയത്ത് എത്തിച്ചു തരിക എന്നുള്ളതാണ് അവരുടെ ജോലി. അതാണ് അവരുടെ പണം ഉണ്ടാക്കുന്ന. ശ്രീ മുഹമ്മദ് മുസ്തഫ തിരിച്ചെത്താം. റസാഖ് ഇപ്പോൾ ദുബായിൽ നിന്ന് നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ഏറെ നേരമായി ടെലിഫോൺ ലൈനിൽ കാത്തു നിൽക്കുന്നു. ശ്രീ റസാഖ് പറയാം. ഈ ഫേസ്ബുക്ക് പ്രചാരത്തിൽ വന്ന സമയം മുതൽ അതിന് ഒരുപാട് ആളുകളുണ്ട് അതിനെ പിന്തുടരാനായിട്ട്. പക്ഷെ വാട്സപ്പ് വന്നതോടുകൂടി ഫേസ്ബുക്കിന്റെ ഡിമാൻഡ് കുറയുകയും വാട്സപ്പിന് പ്രചാരം കൂടുകയും ചെയ്തു. അപ്പൊ ഫേസ്ബുക്ക് തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടി വാട്സപ്പിനെ ഇങ്ങോട്ട് മാറ്റി. ഇതുകൊണ്ട് മറ്റ് യൂസേഴ്സിനും മറ്റു ആളുകൾക്കും അല്ല നേട്ടം, മറിച്ച് ഫേസ്ബുക്ക് അധികൃതർക്കും അതിന്റെ സുക്കർബർഗിനാണ് അതിന്റെ നേട്ടം. അല്ല നാട്ടുകാർക്ക് ഇതുകൊണ്ട് ഒരു നേട്ടവുമില്ല. യെസ്, വളരെ നന്ദി ശ്രീ റസാഖ് പ്രതികരിച്ചതിന്. ശ്രീ നിരഞ്ജൻ തമ്പുരു, ക്ഷമിക്കുക ഏറെ നേരം താങ്കളെ സാക്ഷിയാക്കി ഇരുത്തിയതിന്. ഏതായാലും ഇതിന്റെ വാട്സപ്പിന്റെ സാധ്യതകൾ വർദ്ധിച്ചു, ആളുകൾ കൂടുതൽ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഫേസ്ബുക്കിനെ ആശങ്കപ്പെടുത്തി. സ്വാഭാവികമായും അതിന്റെ സാധ്യതകളിലേക്ക് കടന്നു കയറാനുള്ള ഒരു മാർഗം അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ വലിയ കോടിക്കണക്കിന് രൂപയുടെ ഈ രീതിയിലുള്ള ഒരു ഇടപാട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാം. മാത്രമല്ല ഇപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഫേസ്ബുക്ക് നടത്തിയിരിക്കുന്നത്. മറ്റൊന്നല്ല, വാട്സപ്പ് പോലെയുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ കൂടി ഇത്രയധികം അറിയപ്പെട്ട ആ ഒരു അവസരത്തിൽ സ്മാർട്ട് ഫോൺ വളരെ കുറഞ്ഞ സാധാരണപ്പെട്ട ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ വാട്സപ്പിനെ കൂടുതൽ വില കുറഞ്ഞ ഫോണുകളാക്കി കിട്ടുന്നതിനെ ജനപ്രിയമാക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ജനപ്രിയമായ ഈ ഒരു അവസ്ഥയിൽ ഫേസ്ബുക്കിന് തീർച്ചയായിട്ടും മാർക്ക് സുക്കർബർഗ് അടക്കമുള്ള ഫേസ്ബുക്കിന്റെ സ്ഥാപന നടത്തി തോന്നിക്കാണും തീർച്ചയായിട്ടും ഇത് ഫേസ്ബുക്കിന്റെ ഒരു ഭീഷണിയാണെന്ന്. ഇവിടെ ഇപ്പോൾ അവസാനം ഇപ്പോൾ വാട്സപ്പിനെ ഫേസ്ബുക്ക് ഏറ്റെടുത്തതിൽ കൂടി ശ്രീ നിരഞ്ജൻ, ഞാൻ ഇടപെടുകയല്ല. താങ്കളുടെ ശബ്ദ സംപ്രേഷണത്തിലുള്ള തകരാറാണ്. നമ്മുടെ സ്കൈപ്പിലെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ കാത്തു നിൽക്കുന്നു. ഹാഫിസ്. ഹലോ, പറയൂ ശ്രീ ഹാഫിസ്. ഞാൻ പറയുന്നത്, ഞാനൊക്കെ സാധാരണ എല്ലാം ഫേസ്ബുക്ക് യൂസ് ചെയ്തിരുന്ന മനുഷ്യനാണ്.
പക്ഷെ ഇപ്പൊ നമ്മൾ വാട്സപ്പിലേക്ക് മാറി. കാരണം നമ്മൾ ഏറ്റവും അടുത്തുള്ളവരെ പെട്ടെന്ന് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ എന്താ പറയാ വാട്സപ്പായി മാറി. കാരണം ഫേസ്ബുക്ക് ഞാൻ പരമാവധി അതിലൊരു അഡിക്റ്റ് എന്ന് പറയും. കാരണം ഒരുപാട് യൂസ് ചെയ്യുന്ന സംഭവമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ പരമാവധി കുറച്ച് ഇപ്പൊ വാട്സപ്പിലാണ് കൂടുതൽ. കാരണം നമ്മൾ ആവശ്യമുള്ളവരൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. കാരണം ഫേസ്ബുക്കിൽ വെച്ചാൽ പല നാട്ടിലുള്ളവരെ കിട്ടും. ഇത് നമുക്ക് നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിൽ എല്ലാവരും കിട്ടും. അങ്ങനെ അവര് മാർക്ക് തന്ത്രമാണ്. നമ്മളിപ്പോ അതുകൊണ്ട് ഫേസ്ബുക്കിന്റെ യൂസേജ് കുറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഏറ്റെടുക്കാൻ കാരണം ഫേസ്ബുക്ക്. യെസ്, വളരെ നന്ദി പ്രതികരിച്ചതിന്. അത് തന്നെയാണ് ശ്രീ മുസ്തഫ നമ്മളും പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ആ രീതിയിൽ അപ്പോൾ വാട്സപ്പ് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ സാധ്യതകളിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്, മറിച്ച് പരിമിതിപ്പെടുകയാണ് നമ്മളുടെ സ്വാതന്ത്ര്യങ്ങൾ എന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം. അതില് പറഞ്ഞ രണ്ട് പേര് അത് നിരീക്ഷിക്കേണ്ടായി. അതിലൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും യൂസേജ് ഇസ് ഡിഫറെന്റ്. ഫേസ്ബുക്ക് ഇസ് എ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, വാട്സപ്പ് കൈൻഡ് ഓഫ് എ ഇൻസ്റ്റന്റ് മെസ്സഞ്ചർ. അല്ലാതെ ഈ ഫേസ്ബുക്കിൽ നടത്തുന്ന ഒരു 90% കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിൽ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഞാൻ ഭയപ്പെടുന്ന അതല്ല. നമ്മൾ മനസ്സിലാക്കിയ രണ്ട് വിഷയമാണ്. ഒന്ന്, ഈ അക്വസിഷന്റെ പിന്നിൽ ഒരിക്കലും വാട്സപ്പ് വന്നതുകൊണ്ട് ഫേസ്ബുക്കിന് അവരുടേതായ ഇത് കുറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കൂടിയിട്ടുണ്ടാവും. അത് അതിന്റെ രീതിയിൽ പെനിട്രേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ പുതിയ മേഖല, ഈ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് എന്ന് പറയുന്ന ആ മേഖലയെ തങ്ങളിലേക്ക് കൊണ്ടുവരിക, അതുകൂടെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റുക, ഫേസ്ബുക്കിന്റെ ഭാഗമാക്കി മാറ്റുക. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ ഇല്ലാതെ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഭാവിയിൽ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ഭയപ്പെട്ട കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പ്രൈവസിയെ അത് വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് പ്രൈവസി വിഷയം വല്ലാത്തൊരു വിഷയമല്ലാത്തത് കൊണ്ടും ആളുകൾക്ക് അതൊരു വലിയ വിഷയമല്ലാത്തത് കൊണ്ടും ആളുകൾക്ക് ആ രീതിയിൽ എടുക്കാവുന്നതുമാണ്. യെസ്, ശ്രീ മുസ്തഫ തിരിച്ചെത്താം. ശ്രീ നിരഞ്ജൻ തമ്പുരു, വീണ്ടും ഞാൻ താങ്കളിലേക്ക് വരുന്നു. അപ്പോൾ ശ്രീ മുസ്തഫ ഇവിടെ പങ്കുവച്ച കാര്യത്തിലേക്ക് തന്നെ വരാം. അത് സ്വകാര്യതയെ സംബന്ധിച്ചാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് 100% സത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വാട്സപ്പ് നമ്മൾ ഈ നമ്പറുകൾ മാത്രം യൂസ് ചെയ്ത് പരസ്പരം അറിയാവുന്ന നമ്പറുകൾ, 2 നമ്പറുകൾ കോൺവെർസേഷൻ മാത്രമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കുറെ നമ്പറുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഗ്രൂപ്പിലുള്ള കോൺവെർസേഷൻ. പക്ഷെ ഫേസ്ബുക്ക് എന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് മാധ്യമത്തിന് ഒരു വ്യത്യാസമില്ലെന്ന് വെച്ചാൽ ആദ്യം വേണമെങ്കിലും ആരെയും കൂട്ടുകാരനാക്കാം, ആദ്യം മെസ്സേജ് അയക്കാം, എങ്ങനെ തരത്തിലുള്ള ഫോട്ടോസിൽ ഷെയർ ചെയ്യാം. ആ ഒരു അവസ്ഥയിലേക്കാണ് ഫേസ്ബുക്കിന്റെ ഒരു നിലനിൽപ്പ്. പക്ഷേ വാട്സപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം എനിക്കറിയാവുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് മാത്രം എനിക്ക് ചാറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരു വ്യത്യാസം ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ അതൊരു പ്രൈവസി സെക്ഷൻ, അത് ഇപ്പോൾ ഫേസ്ബുക്കിന്റെ ഒരു സ്റ്റൈലിലേക്ക് വാട്സപ്പിനെ മാറ്റിയെടുക്കാൻ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് അതിർത്തിയെ ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും അതൊരു അപകടകരമായ മാറ്റമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പരസ്പരമുള്ള നമ്പറുകളുടെ ഷെയറിങ് വരുന്നതും അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ അത് തീർച്ചയായും ഒരു പ്രൈവസി. ശ്രീ മുഹമ്മദ് മുസ്തഫ, ഈ രണ്ട് തരം സേവനങ്ങളും ഈ രണ്ട് രീതികളും നിലനിർത്തുകയായിരിക്കുമോ ഇതിന്റെ ഫലം? നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ പോളിസി വരേണ്ടതുണ്ട്, നമുക്ക് വായിച്ചറിയേണ്ടതുണ്ട്, നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ഭയപ്പെടുന്നതും ഞാൻ വിശ്വസിക്കുന്നതും ഇറ്റ് വിൽ ബിക്കം ഇൻ വൺ. ആക്ച്വലി ഒരൊറ്റ ബോക്സിനകത്ത് ഇന്നല്ലെങ്കിൽ നാളെ അവരെ നമുക്ക് സെർവ് ചെയ്യും. വളരെ നന്ദി ശ്രീ മുസ്തഫ. നിജാസ് ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ കാത്തു നിൽക്കുന്നു. ശ്രീ നിജാസ് പറയും. കേൾക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഇങ്ങനെ ആനുകാലിക സംഭവങ്ങൾ ചർച്ച എടുക്കുന്ന മീഡിയകളിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാല്, വാട്സപ്പിന്റെ ഫേസ്ബുക്ക് മേടിക്കുന്നതില് സാധാരണക്കാരായ യൂസേഴ്സിന് ഇതിൽ എന്താണ് നേട്ടം എന്നുള്ളതാണ്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിൽ സാധാരണക്കാർക്ക് ഒരു നേട്ടവും ഇല്ല എന്നാണ്. കാരണം നമുക്കറിയാം, ഫേസ്ബുക്ക് നമ്മൾ ആദ്യം യൂസ് ചെയ്ത സമയത്ത് നമുക്ക് അതിന് വോയിസ് കൊടുക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നു. വാട്സപ്പ് ഇത് തുടങ്ങിയതിനു ശേഷമാണ് ഫേസ്ബുക്ക് നമുക്കിങ്ങനെ നമുക്ക് പേഴ്സണൽ ചാറ്റിൽ നമുക്ക് ഇതേപോലെയുള്ള എന്താണ് പറയാ സൗണ്ട് കൊടുക്കാനുള്ള ഒരു ഇത് കിട്ടിയത്. അതിനുശേഷം എന്താന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലുള്ള ഒരു ചർച്ച ചെയ്യുന്ന സമയത്ത് അതിലും ഗ്രൂപ്പ് ചാറ്റിൽ പോലും സൗണ്ട് കൊടുക്കാനുള്ള ഒരു ഇതിലുള്ള സമയത്ത് എന്നെ പോലുള്ള ഫേസ്ബുക്കിന്റെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ഒരു കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ ശ്രീ നിജാസ്, ഞാൻ ഇടപെടുകയാണ്, സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെ നന്ദി പ്രതികരിച്ചതിന് ശ്രീ നിരഞ്ജൻ തമ്പുരു, ഒപ്പം ശ്രീ മുഹമ്മദ് മുസ്തഫ സൈദലവി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും.
റഷ്യയുമായി ഉഭയകക്ഷി സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നാമത് മന്ത്രിതല യോഗം കുവൈത്തിൽ ചേർന്നു. മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചാ വിഷയമായി. സുരക്ഷാ രംഗത്തെ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും കുവൈത്തും ധാരണ. കുവൈത്തിൽ ഫോൺ ചെയ്ത് വാഹനം ഓടിക്കുന്നവർക്കെതിരെ ഇരട്ടക്കുറ്റം ചുമത്തുമെന്ന് ഗതാഗത വകുപ്പ്. കർശനമായ പരിശോധനകൾ